വിഷാദം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ദുരന്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഡെത്ത് കോസ് എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വർഷം മരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന്? ആത്മഹത്യയിലൂടെയാണ് മരിക്കുന്നത്. ലോകത്ത് മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട സംഗതി എന്താ? അവന്റെ ജീവനാണ്, അല്ലേ? 10 കോടി സമ്പാദ്യമുള്ള അല്ലെങ്കിൽ 100 കോടി സമ്പാദ്യമുള്ള ഒരു സമ്പന്നൻ തൻ്റെ ആയുസ് ഒരു വർഷവും കൂടെ നീട്ടിക്കിട്ടുമെന്ന് കണ്ടാൽ 100 കോടിയും മുടക്കി അവൻ എവിടെയും പോയി ചികിത്സിക്കും. അത്രമേൽ താൻ സ്നേഹിക്കുന്ന, മനുഷ്യൻ സ്നേഹിക്കുന്ന ജീവനെ ഈ ലോകത്തൊരു വർഷം 10 ലക്ഷം ആളുകൾ സ്വയം ഹോമിക്കുന്നു എന്ന് വന്നാൽ വിഷാദത്തിന്റെ, മാനസിക തകർച്ചയുടെ ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തം ലോകം അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളതിനെ ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ഇൻസിഡന്റുകളായി എഴുതി തള്ളുമ്പോൾ ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ ആത്മഹത്യയുടെ വഴിയിലാണ്, വക്കീലാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഒരു വർഷം, ഇന്ത്യ രാജ്യത്തെ കണക്ക് 1,70,000 ഒന്നാണ്. അത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തിലാണ്. കേരളത്തിൽ 15,000 പേര് ഒരു വർഷം ആത്മഹത്യ ചെയ്യും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന്റെ മാനസികമായ മുരടിപ്പിനെ, വിഷാദത്തെ പിടിച്ചു കെട്ടാൻ കേവല വിദ്യാഭ്യാസത്തിനാകുന്നില്ല. മനസ്സിന്റെ ഔന്നത്യത്തിലേക്ക് ചിറകടിച്ച് പറക്കാൻ, അതിന് ദൈവദത്തമായ അതിൻ്റെ വിശാലതകളെ തിരിച്ചറിയാൻ അതിന് കഴിയണം. അയം നിജ പരോവേദി ഗണന ലഘുചേതസ, അയം നിജ പരോവേദി ഗണന ലഘുചേതസ ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്നല്ലേ വേദസൂക്തികൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ, നീ എന്ന വിധത്തിൽ മനുഷ്യനെ വേർതിരിച്ച് അന്യതാബോധത്തോടുകൂടി സങ്കല്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ചെറിയ മനസ്സിന്റെ ഉടമയാണ്. ആകാശ ചെരിവുകളിലേക്ക് ചിറകടിച്ച് പറക്കുന്ന, ഗാലക്സികൾ താണ്ടിപ്പറക്കുന്ന, വാഷിംഗ്ടണിലൂടെ സമയത്തിന്റെ ആവശ്യമില്ലാതെ പാറിപ്പറക്കുന്ന ആകാശത്തിന്റെ അവശിഷ്ടമായ സ്പന്ദമായ ഈ മനസ്സ്, ആ മനസ്സിനെ അന്യതാബോധം കൊണ്ട് മനുഷ്യൻ ചെറുതാക്കുകയാണ്. ഹിന്ദുവെന്ന് ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഹിന്ദുവെന്ന്, ക്രിസ്ത്യാനിയെന്ന്, മുസ്ലിമെന്ന് വർഗീയമായി വേർതിരിക്കുന്ന, ജാതി കൊണ്ട് വംശീയമായി വേർതിരിക്കുന്ന ഇവനൊക്കെ ചെറിയ മനസ്സിന്റെ ഉടമകളാണ്. വലുതായിരിക്കേണ്ട മനസ്സിനെ ചെറുതാക്കുന്നവനാണ് വേദം പഠിപ്പിക്കുന്നത്. ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പഠിപ്പിച്ച ഗാന്ധിജിയുടെ ലോകമേ തറവാട്, ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. അതാണ് മഹാമനീഷികൾ, പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചത്. No